ഒരു ദിവസം ഹസ്തിനപുരത്തെ രാജാവായ ശാന്തനു ഗംഗാനദിയുടെ തീരത്ത് എന്തോ ഒന്ന് തിരയുകയായിരുന്നു. അപ്പോഴാണ് ശാന്തനു ആ നദിയുടെ തീരത്ത് ഒരു സുന്ദരിയായ യുവതിയെ കണ്ടത്. അത് മറ്റാരുമല്ലായിരുന്നു, അത് മനുഷ്യശരീരത്തിലുള്ള ഗംഗാദേവി തന്നെയായിരുന്നു. ഗംഗാദേവിയുടെ സൗന്ദര്യത്തിൽ ആകർഷനായ ശാന്തനു തന്നെ വിവാഹം കഴിക്കുമോ എന്ന് ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. ഗംഗാദേവിയെ തന്റെ ഭാര്യയാക്കാമെന്നും ഹസ്തിനപുരത്തെ രാജ്ഞിയാക്കാമെന്നും ശാന്തനു വാഗ്ദാനം നൽകി. ശാന്തനുവിന്റെ വാഗ്ദാനം ഗംഗാദേവി സ്വീകരിച്ചു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഗംഗാദേവി പറഞ്ഞു, താങ്കൾ എന്നെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തടയാൻ പാടില്ല. അതുപോലെ തന്നെ എന്നോട് ചോദ്യം ചെയ്യാനും പാടില്ല. അഥവാ താങ്കൾ അങ്ങനെ ചെയ്താൽ താൻ ഉത്തരം പോലും നൽകാതെ മടങ്ങും എന്ന് ഗംഗാദേവി പറഞ്ഞു. പ്രേമത്തിലായിരുന്ന ശാന്തനു ഗംഗാദേവി പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാം എന്ന് പറഞ്ഞു. ശേഷം അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ഹസ്തിനപുരം അവരെ രാജ്ഞിയെ സ്വീകരിക്കുകയും ചെയ്തു. ഹസ്തിനപുരത്തെ പ്രജകൾ അവരുടെ രാജ്ഞിയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഹസ്തിനപുരത്തെ പ്രജകൾ ഒരു പുതിയ കിരീടാവകാശിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഗംഗാദേവി ശാന്തനുമായുള്ള തന്റെ ആദ്യ പുത്രനെ പിറക്കുന്നത്. ഇതറിഞ്ഞ ഹസ്തിനപുരത്തെ പ്രജകളും ശാന്തനുവും ഒരേപോലെ സന്തോഷത്തിലായിരുന്നു. അടുത്ത ദിവസം പ്രഭാതം ശാന്തനു എണീക്കുമ്പോൾ അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. തന്റെ ഭാര്യയായ ഗംഗ തന്റെ പിഞ്ചു കുഞ്ഞുമായി നദിയുടെ തീരത്തേക്ക് നടക്കുന്നതായിരുന്നു ശാന്തനു കണ്ടത്. ഇത് കണ്ട ശാന്തനു വല്ലാത്ത ഒരു പരിഭ്രമത്തിലായി. ഉടനെ തന്നെ ശാന്തനു ഗംഗാദേവി അറിയാതെ അവളെ പിന്തുടരാൻ തുടങ്ങി. അപ്പോഴാണ് ശാന്തനു തന്റെ കണ്ണുകളെ പോലും ഞെട്ടിക്കുന്ന ആ കാഴ്ച തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത്. നദിയുടെ തീരത്തെത്തിയ ഗംഗാദേവി തന്റെ ആ പിഞ്ചു കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിക്കളയുന്നത് ശാന്തനു തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഇത് കണ്ട ശാന്തനു വളരെയധികം തകർന്നുപോയി. പക്ഷെ അദ്ദേഹം കൊടുത്ത വാക്കിനാൽ അവളെ ഒന്ന് ചോദ്യം ചെയ്യാനോ തടയുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലായിരുന്നു. പക്ഷെ വിധി എന്ന് പറയട്ടെ, ശേഷം തനിക്കുണ്ടായ 7 മക്കളെ ഗംഗാദേവി ഇതുപോലെ തന്നെ നദിയിൽ ഒഴുക്കിക്കളയുകയായിരുന്നു. പക്ഷെ ഇതെല്ലാം അറിയാഞ്ഞിട്ടും ശാന്തനു നിസ്സഹായനായിരുന്നു. പക്ഷേ ഹസ്തിനപുരത്തെ മന്ത്രിമാർക്ക് അടുത്ത കീടാവകാശി ഇല്ലാത്തത് അവരെ വളരെയധികം അസ്വസ്ഥരാക്കിയിരുന്നു. അതേപോലെ തന്നെ ഹസ്തിനപുരത്തെ പ്രജകളും അതേ രീതിയിൽ വിഷമത്തിലായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ഗംഗാദേവി ഇതൊന്നും കാണാത്ത പോലെ ഭാവിച്ചു. അവസാനം ഗംഗാദേവി തന്റെ 8ാമത്തെ പുത്രനെ ജന്മം നൽകി. ശേഷം ആ കുട്ടിയെയും എടുത്ത് ഗംഗാദേവി നദിയുടെ തീരത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ശാന്തനു തടഞ്ഞു. ആ നിമിഷം ശാന്തനു ഗംഗയ്ക്ക് നൽകിയ ആ വാഗ്ദാനം മറന്നുകൊണ്ട് ഗംഗാദേവിയെ തന്റെ കുഞ്ഞിനെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞു. അതിനുശേഷം ശാന്തനു എന്തിനാണ് നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഗംഗയോട് ചോദിച്ചു. അപ്പോൾ ഗംഗാദേവി പറഞ്ഞു, എനിക്കും താങ്കൾക്കും കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയ ഒരു ശാപം കൊണ്ടാണ് ഈ ജന്മം നമ്മൾ മനുഷ്യശരീരത്തിൽ ജനിച്ചത്. അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഗംഗാദേവി ബ്രഹ്മാവിന്റെ പുത്രിയായിരുന്നു. അതുപോലെ തന്നെ ശാന്തനു ഇക്ഷ്വാകു രാജ്യത്തിലെ മഹാബീഷ രാജാവായിരുന്നു. ഒരു ദിവസം രാജാവിന് ബ്രഹ്മദേവന്റെ വസതിയിൽ വരാൻ ക്ഷണം ലഭിച്ചു. അവിടെ ഗംഗാദേവിയും എല്ലാ ദേവന്മാരും ഉണ്ടായിരുന്നു. ഗംഗയെ കണ്ട അപ്പാടെ തന്നെ രാജാവിന് അവളോട് ഒരു ആകർഷണം തോന്നി. അദ്ദേഹത്തിന് ഒരു നേരം പോലും തന്റെ കണ്ണുകൾ ഗംഗയിൽ നിന്ന് എടുക്കാൻ സാധിച്ചിരുന്നില്ല. ദേവന്മാർ ബ്രഹ്മാവിനെ അവിടെ നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറു കാറ്റെടുക്കുകയും ആ കാറ്റിനാൽ ഗംഗാദേവിയുടെ ശരീരത്തിൽ നിന്ന് തന്റെ സാരി ചെറുതായി ഒന്ന് മാറുകയും ചെയ്തു. പക്ഷെ ഇത് കണ്ടിരുന്ന അവിടെയുള്ള എല്ലാവരും തന്റെ തല താഴ്ത്തി. പക്ഷെ മഹാബീഷ മാത്രം അപ്പോഴും അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഗംഗയും രാജാവിന്റെ ആ നോട്ടം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇത് കണ്ടുനിന്ന ബ്രഹ്മാവിന് തന്റെ കോപം അടക്കി വെക്കാൻ സാധിച്ചില്ല. ഇത് കണ്ട ബ്രഹ്മാവ് അവരെ രണ്ടുപേരെയും ശപിച്ചു. അടുത്ത ജന്മത്തിൽ നിങ്ങൾ മനുഷ്യരായി ജനിക്കുമെന്നും ഗംഗ ആ രാജാവിനെ അടുത്ത ജന്മം വളരെയധികം വിഷമിപ്പിക്കുമെന്നും ശപിച്ചു. അതിനുശേഷം ഗംഗാദേവി പറഞ്ഞു, തന്റെ കഴിഞ്ഞ 8 മക്കളും വാസുകളായിരുന്നു. അവരെയും ഋഷി വസിഷ്ഠ മനുഷ്യരായി ജനിക്കുമെന്ന് ശപിച്ചിരുന്നു. അതുപോലെ തന്നെ 8ാമത് ജനിക്കുന്ന കുട്ടി ദീർഘകാലം ജീവിക്കുമെന്നും അദ്ദേഹം ശപിച്ചു. അതിനാലാണ് ഗംഗാദേവി തനിക്ക് ആദ്യമുണ്ടായ പുത്രന്മാരെ നദിയിൽ ഒഴുകിക്കളഞ്ഞത്. പറഞ്ഞതുപോലെ തന്നെ ചോദ്യം ചെയ്ത ശാന്തനുവിനെ ഗംഗാദേവി ഉപേക്ഷിച്ചു.